Name is Shemima. I am from Shastangota, Kollam. I am a psychological counselor. I have completed by 1 year diploma in psychological guidance and counseling. I am applying for this certificate in World Skill Council to improve my career. Thank you. പ്രാണായ മെഡിറ്റേഷൻ ഞാനത് പറഞ്ഞുതരാം. പ്രാണായ മെഡിറ്റേഷൻ അങ്ങനെ മനസ്സിൻ്റെ വളരെ റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് വളരെ നല്ലൊരു ശ്വസന വ്യായാമമാണ് പ്രാണായ മെഡിറ്റേഷൻ. പ്രാണായ മെഡിറ്റേഷനിൽ ആദ്യത്തേത് നമ്മൾ ശ്വാസം എടുക്കുക, ദീർഘമായിട്ട് ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കുക. അങ്ങനെ ശ്വാസം മുകളിലേക്ക് അകത്തേക്ക് വലിച്ചെടുത്ത് പുറത്തേക്ക് വിടുക, ദീർഘശ്വാസം. അങ്ങനെ 20 തവണ ചെയ്യണം. അങ്ങനെ അത് രണ്ടാമത്തെ പ്രാവശ്യം എന്ത് ചെയ്യണം? ശ്വാസം നമ്മൾ ഉള്ളിലേക്ക് വലിച്ചെടുത്ത് ഓരോ പ്രാവശ്യവും വലിച്ചെടുക്കുമ്പോഴും ഒരു 16 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് നിർത്തണം ശ്വാസം. അപ്പോൾ 16 സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് ശ്വാസം പുറത്തേക്ക് വിടുക. അപ്പോൾ അങ്ങനെ 20 തവണ എടുക്കുക. ഓരോ ശ്വാസത്തിൻ്റെ ഇടയിലും നമ്മൾ എന്ത് വേണം? ഒരു 10 സെക്കൻഡ് റിലാക്സ് ആണ്, ശ്വാസം ഇല്ലാതിരിക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും തോന്നും ശ്വാസം എടുക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ഓക്കെ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ വസ്ത്രിക പ്രാണായാമം. എന്താണ് വസ്ത്രിക പ്രാണായാമം എന്ന് പറഞ്ഞാൽ? കൈ 2 മുകളിലേക്ക് ഉയർത്തുക, ശ്വാസം മുൻപോട്ടെടുക്കുക. ഇങ്ങനെ ശ്വാസം മേപ്പോട്ട് വലിച്ചെടുത്ത് കൈ 2 മേപ്പോട്ട് ഉയർത്തി ശ്വാസം മേപ്പോട്ട് വലിച്ചെടുത്തതിന് ശേഷം മൂക്കിൽ ഈച്ച കയറുമ്പോൾ നമ്മൾ ചീറ്റത്തില്ലേ, അതുപോലെ പുറത്തേക്ക് ചീറ്റിക്കളയുക. അങ്ങനെ ഒരു 20 തവണ ചെയ്യുക. ഇപ്പം മനസ്സിലായോ? കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇത് നല്ലതുപോലെ ശ്വാസം റിലാക്സ് ആവാൻ ഏറ്റവും നല്ലൊരു ശ്വസന വ്യായാമമാണ് ഈ പറയുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ബ്രഹ്മരി പ്രാണായാമം. ബ്രഹ്മരി പ്രാണായാമം എന്ന് വെച്ചാൽ ചെവി അടച്ച് കണ്ണും അടച്ച് ശ്വാസം എടുത്ത് മൂന്ന് പുറത്തേക്ക് വിടുക. പുറത്തേക്ക് ശ്വാസം വിട്ടാൽ വേണം. മനസ്സിലായോ? പിന്നുള്ളതെന്ന് വെച്ചാൽ ഓ സൗണ്ടാണ്. ഓ സൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത് ഇതാ: തള്ളവിരൽ, ചൂണ്ടുവിരൽ, കുഞ്ഞുവിരൽ. ചൂണ്ടുവിരലല്ല, മോതിരവിരൽ. കണ്ട ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് എന്ത് ചെയ്യണം? ശ്വാസം മുകളിലേക്ക് എടുക്കണം. ഇങ്ങനെ പതുക്കെ ശ്വാസം പതുക്കെ മുകളിലേക്ക് വലിച്ചെടുക്കുക, പതുക്കെ മുകളിലേക്ക് വെളിയിലേക്ക് വിടുക.
ഈ സമയമെല്ലാം നമ്മൾ നട്ടല് നിവർത്തി വേണം ഇരിക്കാൻ. നട്ടല് നിവർത്തി താടി ഇങ്ങനെ ഉയർത്തി, മുഖം ഇങ്ങനെ ഉയർത്തി വേണം ഇരിക്കാൻ. എങ്കിലേ നമ്മുടെ ശ്വസന പ്രക്രിയ ശരിയാവുകയുള്ളൂ. മനസ്സിലായോ? അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിടികിട്ടിയല്ലോ. അപ്പം നമ്മളെന്താ വേണം? അടുത്തത് നമ്മൾ ആ സൗണ്ട്, എന്താണ് ആ സൗണ്ടല്ല, ഹമ്മിങ് സൗണ്ട് എങ്ങനെയാണ്? നമ്മൾ ഈ ചിന്മുദ്ര തന്നെ പിടിച്ചിട്ട് എന്ത് ചെയ്യണം? നാക്ക് മേലനാക്കിൽ മുട്ടിച്ചുകൊണ്ട് ശ്വാസം മുകളിലേക്ക് എടുത്തിട്ട് ഓക്കെ. അപ്പോൾ ഇത് എത്ര വട്ടം ചെയ്യും? ഒരു 10-15 വട്ടം ചെയ്താൽ മതി. എത്രയും ചെയ്യുന്നോ അത്രയും നല്ലത്. മനസ്സിലായോ? പിന്നെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? എന്നിട്ട് ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ കുറേ നേരം റിലാക്സ് ആയിട്ടിരിക്കണം. നല്ല കാര്യങ്ങൾ. മനസ്സിലായോ? ഇങ്ങനെ ഇരുന്നിട്ട് പോസിറ്റീവ് ടോക്കുകൾ നമ്മൾ എവിടെയൊക്കെ കൊടുക്കണം? നമ്മൾ പോസിറ്റീവായിട്ട് സംസാരിക്കണം. അതായത് നമ്മുടെ ബ്രെയിനിലേക്ക് എന്ത് കൊടുക്കണം? പോസിറ്റീവ് ടോക്കുകൾ കൊടുക്കണം. ഇങ്ങനെ പ്രാണായാമം കൊണ്ട് കുറച്ച് ഭാഗമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ കിട്ടിയല്ലോ. പിന്നെ രാവിലെ കറക്റ്റ് ടൈമിൽ ഉണരണം. രാത്രിയിൽ കറക്റ്റ് ടൈമിൽ ഉറങ്ങണം. ഉറക്കവും കൃത്യമായി. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടൊന്നും മറക്കരുത്. ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയാം. രാത്രിയിൽ ഉറക്കവും പകൽ ഉണരുന്നതും കറക്റ്റ് ടൈമിംഗ് ആയിരിക്കണം. പിന്നെ 2 കൈ കൊണ്ടും പല്ല് തേക്കണം, 2 കൈ കൊണ്ടും മുഖം കഴുകണം. പിന്നെ ഈ പറഞ്ഞ പ്രാണായാമ മെഡിറ്റേഷൻ ചെയ്യണം. പിന്നെ നമ്മൾ റിലാക്സ് ആയിരിക്കണം. പറഞ്ഞ് മനസ്സിലായല്ലോ?